ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വറ്റമീൻ കൊണ്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ഒന്ന് ചൂടായി കഴിയുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. അത് 1 മിനിറ്റ് നേരം ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റാം. അതിലേക്ക് 10 ചുവന്നുള്ളി ചെറിയ ഉള്ളി അരിഞ്ഞതും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അത് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അതിലിട്ട് വഴറ്റാം. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വാടുന്നത് വരെ ഒന്ന് വഴറ്റുക. അധികം മൂത്ത് പോകണ്ട. ഇപ്പോൾ നന്നായി വഴന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ, അധികം ചേർക്കുന്നില്ല. ഒരു 2-3 മിനിറ്റ് നേരം ആ എണ്ണയിലിട്ടൊന്ന് നന്നായിട്ട് വഴറ്റാം. തീ കുറച്ച് വെച്ച് വേണം വഴറ്റാൻ, തീ കൂട്ടി വെക്കരുത്. അതിനുശേഷം പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 കഷ്ണം പുളി കീറിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചതാണ്, അത് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി അത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം മാത്രമേ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഓരോ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പം എല്ലാ കഷ്ണങ്ങളും ഞാൻ ചാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് കുറുകി വരട്ടെ. ഒരു 5 മിനിറ്റ് നേരം ഒന്ന് നമുക്ക് അടച്ച് വെക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം. ഇനി കുറച്ചും കൂടി ഒന്ന് ചാറൊക്കെ വറ്റാനുണ്ട്. ചാറ് പാകത്തിന് വറ്റി കഴിയുമ്പോൾ എണ്ണയൊക്കെ മേലെ തെളിഞ്ഞു വരും. ഒരു 2-3 മിനിറ്റും കൂടെ അടുപ്പത്ത് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞ് ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ 1 മിനിറ്റും കൂടി ഒന്ന് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കറി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ കറിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വറ്റമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക്